വേദനിക്കല്ലേ? വേണമെങ്കിൽ ഇതിലും വലിയ ഏജ് കാണിക്കാം. ദും ഇനി ഇത്രയും വലിയ ആളെ കാണിക്കാൻ പറ്റും പൂച്ചയെ. ദും ഇനി ഇത്രയും വലുത്. ദും. നല്ല രസം. സൂത്ര, ഞാനും ചാടിക്കട്ടെ? സൂത്ര, ഞാൻ ഇത്രയും വലിയ ആളെ ചാടിച്ചു. അത്രയും വലുത് ചാടിയാൽ വയർ പൊട്ടും. ചാടിച്ചു. വാ, കാണിച്ചു തരാം. കണ്ടോ? സൂത്രന്റെ അമ്മേ, സൂത്രന്റെ പനി മാറിയോ? മാറിയിട്ടില്ല ശരു. അയ്യോ മനുഷ്യർ. എവിടെ? ഇത് വെറുതെ തോന്നുന്നതാ സൂത്ര. പനി കൂടിയാൽ ഇങ്ങനെ പലതും കാണുന്നതായി തോന്നും. വൈദ്യർ പറഞ്ഞിരുന്നു. ശരി, പോയിക്കോ. സൂത്രന്റെ പനി മാറിയിട്ട് കളിക്കാം. അയ്യോ, എനിക്കും പനി പിടിച്ചേ. എപ്പോ? ഞാനും മനുഷ്യനെ കണ്ടു. അത് പനി പിടിച്ചിട്ടല്ലേ? മനുഷ്യനോ? എവിടെ? അതാ. അത് കുറെ അകലെ ഒരു കാട്ടിൽ താമസിക്കുന്ന കുട്ടിയാ. ചെന്നായ്ക്കൾ വളർത്തുന്ന കുട്ടിയാ അത്. അവർ ഈ കാട് കാണാൻ വന്നതാ. പേടിക്കണ്ട. മൗഗ്ലി, സൂക്ഷിക്കണേ. ഇതെന്താ അജഗജന്റെ മുഖത്ത്? കണ്ണട എന്നാണ് പേര്. മിന്നിലുദിച്ച സണ്ണിനു കീഴിലെ ഫണ്ണി കാര്യങ്ങൾ പോലും എണ്ണിയെടുക്കാനാവാതെ ദണ്ണിക്കുമ്പോൾ കണ്ണിന് മുകളിൽ വെക്കുന്നതാണിത്. ചേമ്പിൻ ചോട്ടിലെ പാമ്പിനെയും കൊമ്പിൻ തുമ്പിലെ തുമ്പിയെയും അമ്പിൽ മുന പോലെ മുമ്പിൽ കാണാൻ മൂക്കിന്റെ തുമ്പിൽ വെക്കുന്ന കമ്പിളി വളയത്തിന്റെ സാമ്പിളാണിത്. ഉഗ്രൻ സാധനം. ഇത് കാട്ടിലൊരു ട്രെൻഡ് ആക്കിയാലോ? ശരി, സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ എഴുതേണ്ടി വരുമായിരുന്നു. സൂത്രൻ അവതരിപ്പിക്കുന്നു കണ്ണട. കാട്ടിലെ പുതിയ ഫാഷൻ. വരൂ, കണ്ണട വെക്കൂ. അളവനുസരിച്ച് കണ്ണട ഉണ്ടാക്കി കൊടുക്കും. നല്ല സോഫ്റ്റ് കമ്പ് വളച്ചുണ്ടാക്കിയതാ. വെച്ചു നോക്ക്. വെച്ചാൽ ഗമ തോന്നും. ഒരു സ്റ്റൈൽ. അത്ര തന്നെ. തോന്നുന്നില്ലേ? ഗമ തോന്നുന്നില്ലേ? ഒന്ന് രണ്ട് സമയൊക്കെ തോന്നുന്നുണ്ട്. കണ്ണട എന്ന് കേട്ടപ്പോൾ അടയുടെ കണ്ണാണെന്നാ വിചാരിച്ചത്. എനിക്ക് 2 കണ്ണുണ്ട്. അപ്പോൾ 2 കണ്ണട വേണ്ടി വരുമോ? ശരിയോ, സൂത്രന്റെ കണ്ണടയെ പറ്റി കേട്ട് മോൻ ഭയങ്കര ബഹളം. അവനും വേണമെന്ന്. കണ്ണടയോ? അതെന്തോ? അപ്പൊ ശരി, ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അമ്മാവനെ കാണാൻ പോയതോ. സൂത്രനൊരു കണ്ണട പരിപാടി തുടങ്ങി. വാ, പരസ്യം കാണിക്കാം. സൂത്രനെ എങ്ങനെ കാണാൻ നല്ല രസം. മോനും ഇതുപോലെ വേണമെന്ന് ഒരേ വാശി. ഇത് ഞാൻ റെഡിയാക്കാം. കുട്ടികൾക്കും ചാൻസ് കൊടുക്കാൻ സൂത്രന് ഇഷ്ടമാ. കണ്ണട വാങ്ങാൻ പോയിട്ട് മോനെ കാണാനില്ലല്ലോ. മോൻ കണ്ണട വാങ്ങാൻ വന്നില്ലല്ലോ. അയ്യോ, ശേരുവിന്റെ കൂടെയാ വിട്ടത്. അതാ വരുന്നു ശരി. ചോദിക്കാം. സൂത്ര, ഈ മോനും ഒരു ചാൻസ് കൊടുക്കാമോ? ചുറ്റി വളച്ച് കെട്ടിയിട്ടുണ്ട്. താനൊന്ന് വെച്ച് നോക്ക്. സൂത്ര, ഈ മുട്ട കഴിക്ക്. എനിക്ക് വേണ്ട. വേഗം കഴിച്ചോ, ഇല്ലെങ്കിൽ അച്ഛൻ കടിയന്റെ അച്ഛനെ വിളിക്കും. കടിയന്റെ അച്ഛൻ വന്നാൽ അറിയാമല്ലോ. കടിയന്റെ അച്ഛൻ വന്നാൽ എന്താ സൂത്രന്റെ അമ്മേ? കടിയന്റെ അച്ഛൻ വികൃതി കുട്ടികളെ കടിക്കും. പിന്നെ പല്ലു പറിക്കും, മാന്തും, ഇടിക്കും, ചെവി മുറിച്ചെടുക്കും, വാല് വലിച്ചൂരും. അതെ, അതുകൊണ്ടാ പറഞ്ഞത് വേഗം മുട്ട തിന്നോ. ഈ വികൃതിയെ അനുസരിപ്പിക്കാൻ ഇതേ വഴിയുള്ളൂ. സൂത്ര, ഈ കടിയന്റെ അച്ഛൻ ഇത്ര ഭീകരനാണോ? ഭയങ്കരനാ. അമ്മ പറയാറുണ്ട്, അച്ഛനും പറയാറുണ്ട്. കടിയന്റെ അച്ഛന് പറക്കാനൊക്കെ അറിയാം, തീരുപ്പാനും അറിയാം. അമ്മ പറഞ്ഞതാ. അയ്യോ, വികൃതി കാണിച്ചാൽ കടിയന്റെ അച്ഛൻ നമ്മളെ പിടിച്ച് സടയുടെ ഉള്ളിൽ കെട്ടിയിടും. അയ്യോ സൂത്ര, നീ വികൃതി കാണിക്കണ്ട കേട്ടോ. ഞാനും വികൃതി കാണിക്കില്ല. കടിയന്റെ അച്ഛൻ ഭയങ്കരനാണെന്ന് എല്ലാവർക്കും അറിയാമോ? അച്ഛനും അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. അയ്യോ, അവനറിയാമോ? സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് വരാം. ആരോടാ? കടിയാ, സൂക്ഷിക്കണം. നിന്റെ അച്ഛൻ ഭയങ്കരനാ.
ചെവി കടിക്കും, തീതുപ്പും, വാല് പറിക്കും. വൈദ്യരേ ഏ കാട്ടുമുത്തപ്പനോ? വൈദ്യരേ, എനിക്കൊരു പ്രശ്നമുണ്ട്. ഒട്ടും സന്തോഷം തോന്നുന്നില്ല. എപ്പോഴും നിരാശ തോന്നും. പെട്ടെന്ന് ദേഷ്യവും വരും. ആരെയും കാണാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാ തോന്നാറ്. പക്ഷേ അത് പറ്റില്ലല്ലോ. അപ്പോഴേക്കും ആരെങ്കിലും വിളിക്കും. കാട്ടുമുത്തപ്പന്റെ ജോലിയായി പോയില്ലേ. എന്നാ പിന്നെ വിളിക്കുന്നവർ നല്ല കാര്യം വല്ലതും പറയുമോ? അതുമില്ല. എല്ലാവർക്കും പറയാനുള്ളത് സങ്കടവും പരാതിയും മാത്രം. അത് കേട്ട് ഞാനും മൊത്തം നെഗറ്റീവ് അടിച്ചു പോവും വൈദ്യരേ. മടുത്തു. ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ. എന്തെങ്കിലും മരുന്ന് തരണം. കാട്ടുമുത്തപ്പന് ഡിപ്രഷനാ? മരുന്ന് തരാം, പക്ഷേ കുറച്ചു ദിവസം മറ്റുള്ളവരുടെ സങ്കടം കേൾക്കാതെ നോക്കണം. അതെങ്ങനെ? അതിനു വഴിയുണ്ടാക്കാം. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് കാട്ടുമുത്തപ്പനെ ആരും അധികം വിളിക്കരുത്. വിളിച്ചാലും നല്ല കാര്യങ്ങളെ പറയാവൂ. ഇക്കാര്യം എല്ലാവരോടും പറയാമോ? ശരി വൈദ്യരേ. ഇനി ഒരാഴ്ച കാട്ടുമുത്തപ്പനെ വിളിക്കരുത്. കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ്. മനസ്സ് വിഷമിപ്പിക്കരുത്. ഒരാഴ്ച കാട്ടുമുത്തപ്പനെ വിളിക്കരുത്. വിളിച്ചാലും മനസ്സ് വിഷമിപ്പിക്കുന്ന സങ്കടങ്ങൾ പറയരുത്. ശരി, വിളിക്കില്ല. ഞാൻ സങ്കടമൊക്കെ ഒരാഴ്ച അടക്കി പിടിക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ അക്കാര്യം കാട്ടുമുത്തപ്പനെ വിളിച്ചു പറയണോ? കാട്ടുമുത്തപ്പനെ വിളിക്കാൻ പറ്റില്ല എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ. കാട്ടുമുത്തപ്പനോ? 2 ആഴ്ചയായല്ലോ, ആരും വിളിച്ചില്ലല്ലോ. ഇല്ല, ആരും ഇതുവരെ വിളിച്ചില്ല വൈദ്യരെ. അപ്പോൾ വിഷമമൊക്കെ മാറിക്കാണും അല്ലേ? അത് ഇല്ല വൈദ്യരെ. 2 ആഴ്ച എന്നെ വിളിക്കഴിഞ്ഞിട്ടും ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് ഓർക്കുമ്പോൾ ഒട്ടും സന്തോഷം തോന്നുന്നില്ല. പിന്നെ ദേഷ്യവും നിരാശയും. എന്താ പരിപാടി? പഴം കൊണ്ടുപോകുകയാ? കുഞ്ഞുങ്ങൾക്ക് തിന്നാനാ? ഇത് കൊണ്ടുവച്ചിട്ട് തിരിച്ചു വരണം. 4 പഴം കൂടിയുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലേ? അതെങ്ങനെ? 2 കൈയിലും ഓരോന്നല്ലേ പിടിക്കാൻ പറ്റൂ. കൊത്തിപ്പിടിച്ചു പറക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പാട്ട് പാടാൻ പറ്റില്ലല്ലോ. പാട്ടോ? പാടിക്കൊണ്ട് പറക്കുന്നതാ ശീലം. കൊക്കിൽ പഴമുണ്ടെങ്കിൽ പാടാൻ പറ്റുമോ? അറിയില്ലോ, ഞങ്ങൾക്ക് കൊക്കില്ല. ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. അതെങ്ങനെ? പഴങ്ങൾ ചേർത്ത് കെട്ടിത്തരാം. കണ്ടോ, ഇനി വള്ളിയും തൂക്കി പറന്നു. പഴം മൊത്തം കൂട്ടിലെത്തും. പോട്ടും പോടോ. അയ്യടാ, ഇത് കൊള്ളാം. താങ്ക് യു. ഇത് ഞാൻ എല്ലാവരോടും പറയാം. തീറ്റ കെട്ടിക്കൊടുത്തെന്ന് കേട്ടല്ലോ. ശരിയാ. കുറെ മീൻ പിടിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് കെട്ടിത്തരാമോ? പകരം ഒരു മീൻ തരാം. ഇപ്പൊ കെട്ടിത്തരാം. ഇത് കലക്കും. നമുക്ക് ഇവിടെ ഒരു ബോർഡ് വെച്ചാലോ? തീറ്റക്കെട്ടു സഹായം. പക്ഷികൾക്കുള്ള തീറ്റ ഒരുമിച്ച് കെട്ടിക്കൊടുക്കും. വള്ളി തീരാറായി. താൻ കുറച്ച് വള്ളി കൊണ്ടുവാ. സൂത്രോ, ഓടിക്കോ. എന്തു പറ്റി? തീറ്റ കൊള്ളുകെട്ടി സഹായിച്ചതോ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലോ. ഈ കിളികൾക്ക് എന്തു തീറ്റയാ താൻ കെട്ടിക്കൊടുത്തത്? തീറ്റ ഇവർക്കല്ല, ഒരു പരുന്തിനോ കെട്ടിക്കൊടുത്തത്. അതിന് ഈ കിളികൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവരുടെ കുഞ്ഞുങ്ങളായിരുന്നു പരുന്തിന്റെ ഡിന്നർ. സൂത്ര പന്ത് കളിച്ചപ്പ മുകളിൽ പോയി. മുകളിലോ? ഒരു തുള്ളിയില കളിച്ചപ്പോ പോയതാ. അച്ഛനോട് പറഞ്ഞപ്പോ ചേറ് എടുക്കണമെന്ന് പറഞ്ഞു. ചേറ് ആണി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. ആണിയോ? അതെന്താ? അത് എനിക്കറിയില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് വരാം. ആണിയല്ല സൂത്ര, ഏണിയാ ഉണ്ടാക്കേണ്ടത്. ഞാൻ വള്ളി പറിക്കാം. ആദ്യം വള്ളി ഇങ്ങനെ നീട്ടി വെക്കണം. അച്ഛൻ പറഞ്ഞു തന്നതാ. ഇനി ചെറിയ വള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടണം. സൂത്ര, ഇതാണോ ആണി? ആണിയല്ല, ഏണി.
ദാ ആ തുളയില പന്ത്. എന്തിനാ സൂത്ര കരയുന്നത്? അത് തെറ്റാ. 4 കാല് പോലെയല്ല, വാലിൽ നഖമില്ലല്ലോ. ക്ലാസ്സിൽ കേറണ്ട അല്ലേ? എന്നാൽ നമുക്ക് കളിച്ചാലോ? 20 കാലെന്ന് എഴുതിയാൽ മതിയോ? പകുതി ഞാൻ എഴുതാം സൂത്ര. എഴുതാം. നീ പകുതി എഴുതിക്കോ, ബാക്കി പകുതി ഞാൻ എഴുതാം. സൂത്ര, ഞാൻ എഴുതി. പകുതി എഴുതി. ഇൽ 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 എന്ന് 20 എണ്ണം. എന്ന് എഴുതിയില്ലേ? അയ്യോ, ഇന്നും പോയി. എന്താ ചേട്ടാ പ്രശ്നം? വെള്ളം കോരി വെച്ചത് പോയി. കഷ്ടപ്പെട്ട് പുഴയിൽ നിന്ന് കോരി കൊണ്ടുവന്ന് നിറച്ചതാ. ആരോ രാത്രി വന്ന് മോഷ്ടിക്കുന്നതാ, എനിക്ക് ഉറപ്പാ. പാത്രത്തിന് ചോർച്ച കാണും. അതൊന്നുമല്ല, കല്ലിന്റെ പാത്രം ചോരുമോ? പാത്രം ചോരില്ല, പക്ഷെ വെള്ളം ചോരും. ഇതിപ്പോ പല തവണയായി. ആ കള്ളനെ പിടിക്കണം. കള്ളനെ കിട്ടണോ അതോ വെള്ളം കിട്ടണോ? അതെന്നാ അങ്ങനെ ചോദിച്ചത്? പോയത് പോട്ടെ, നമുക്ക് വെള്ളത്തിന് വേറെ വഴി ഉണ്ടാക്കാം. അതിന് വഴിയിൽ വെള്ളം കിട്ടണ്ടേ? എടോ, താൻ അടികുഴി കരടിയെ വിളിക്ക്. ഇവിടെ അടുത്തല്ലേ? ഇവിടെ ഒരു കിണർ കുഴിച്ചാലോ? മനുഷ്യരുടെ സ്ഥിരം പരിപാടിയാ. മുറ്റത്ത് കിണറുണ്ടെങ്കിൽ എന്തിനാ വെള്ളം ചുമക്കുന്നത്? അത് ശരിയാ. ഡിഗുഴി ഒഴിച്ചോളും. ഓളെ കിട്ടി. ആ, ഡിഗുഴി വന്നു. ഡിഗുഴി, ദാ ഇവിടെ വെള്ളം കിട്ടുമോ? കിട്ടും, പക്ഷേ കുറച്ചു നേരത്തെ പണിയുണ്ട്. അണിതു, ഞങ്ങള് പോയിട്ട് വരാം. സൂത്ര, വെള്ളം കിട്ടി. 12 അടി ആഴത്തിൽ കുഴിച്ചിട്ടാ വെള്ളം കണ്ടത്. ഒമ്പടോ, അപ്പോൾ താനാണല്ലോ ഈ പാവത്തിന്റെ വെള്ളം കൊണ്ടെടുത്തത്. അനാവശ്യം പറയരുത്. അത് സൂത്രൻ അത് കണ്ടുപിടിച്ചു, അതുകൊണ്ടാ തന്നെ കൊണ്ട് കൊഴിപ്പിച്ചത്. അത് ശരി, അപ്പൊ 2 പേരും ചേർന്നുള്ള കളിയാണ്. പറയടാ, ആരുടെ വെള്ളം കണ്ടത്? പട്ടേ, കൊട്ടെടുത്ത വെള്ളം ഡിഗുഴി ഇവിടെ ഒളിപ്പിച്ചതാണെന്നാ ഞാൻ വിചാരിച്ചത്. ശരി ചേട്ടാ, ഇച്ചാമംഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എവിടുന്ന് കിട്ടി ഈ വാക്ക്? മാഷ് പറഞ്ഞതാ, പരീക്ഷയിൽ തോറ്റ് ഇച്ചാമംഗം വരരുത് എന്ന്. എങ്കിലിത് തോറ്റവന്റെ അച്ഛന്റെ പേരാ. കുട്ടി തോറ്റാൽ അച്ഛൻ മാഷെ കാണാൻ വരുമല്ലോ. ഇതൊന്നുമല്ല. ഇച്ച എന്ന് പറഞ്ഞാൽ ഈച്ച എന്നായിരിക്കും. അപ്പോൾ ഈച്ചയുടെ പങ്ക് എന്നാണോ? ഇച്ച അല്ല ചേട്ടാ, ഇച്ച. കുഴപ്പം പിടിച്ച വാക്കോ. നമുക്ക് സൂത്രനോട് ചോദിക്കാം. സൂത്രോ, ഈ കഴുതമോനൊരു സംശയം. ഇച്ചാമംഗം എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ? വന്നോളൂ മുറക്കം കളയാനായിട്ട്. സമാധാനമായി ഒന്ന് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കില്ലേ? വാക്കിന്റെ അർത്ഥമൊക്കെ വല്ല അജകച്ചവളോടും പോയി ചോദിക്കണോ? ഉറക്കത്തിൽ വല്ലതും ചോദിച്ചാ പണ്ടേ സൂത്രന്റെ മൂട് പോകും. ഉറക്കത്തിലല്ലല്ലോ, നമ്മൾ ഉണർത്തിയിട്ടല്ലേ ചോദിച്ചത്. നമുക്ക് അജകജനെ കണ്ടുപിടിക്കാം. എന്റെ കാട്ടുത്തപ്പ, അജകജൻ ഉറങ്ങല്ലേ. അതോ അജകജൻ വേറൊരു കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുകയോ? മാർക്ക് കുറഞ്ഞത് ഓർക്കുമ്പോൾ കണ്ണീർ വാർക്കുകയല്ല, പോർക്കുതിരയെ പോലെ നേർക്കുനേർ ചെന്ന് തീർക്കുകയാണ് വേണ്ടത്. അജകജൻ മാഷ്, ഇച്ചാമംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം അറിയാത്തവർ സ്വാർത്ഥത കാണിക്കുന്നത് വ്യർത്ഥമാണ്. പഴുതില്ലാതെ പറയാം. പുഴു തിന്നാത്ത ഇലയിൽ കഴുതമോൻ കൈ വഴുതാതെ എഴുതുമറിക്കും പോലെ എഴുതിക്കോളൂ. വഴുതാം, അല്ല എഴുതാം. ഇച്ഛാഭംഗം എന്നാൽ ഇച്ഛകൾ തുച്ഛമായി, സ്വച്ഛത പോയി, സ്വയം പുച്ഛിക്കപ്പെടുക. സംഗ്രഹിച്ചു പറയാം,
ആഗ്രഹത്തിന്റെ വിഗ്രഹം നിഗ്രഹിക്കപ്പെടുക. മനസ്സിലായില്ലേ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരെ ഓടിച്ചു വിട്ടു. പാവങ്ങൾ. അങ്ങോട്ട് ചെന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തേക്കാം. കുട്ടിയല്ലേ? ആ അതാ വരുന്നു. മോനെ, ഇച്ഛാഭംഗമെന്ന് പറഞ്ഞാൽ നിരാശ, അത്രയേ ഉള്ളൂ. ചേട്ടന്റെ മൂടൊക്കെ ആയോ? എങ്കിൽ ഇതിന്റെ അർത്ഥം കൂടി പറഞ്ഞു തരാമോ? തുച്ഛം, സ്വച്ഛത, സംഗ്രഹിച്ചു, വിഗ്രഹം, നിഗ്രഹിക്കുക. വന്നോളൂ ശല്യപ്പെടുത്താനായിട്ട്. സമാധാനമായി ഒന്നും നടക്കാനും സമ്മതിക്കില്ലേ? അച്ഛ, ഇത് കണ്ട പമ്പരം. ഞാൻ കളിക്കാൻ പോട്ടെ? പോയിക്കോ. ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരണം. ഇതെന്താ ശരിയോ? പമ്പരം. ഞാൻ കറക്കാൻ പഠിപ്പിക്കാം. വേണ്ട, ഞാൻ പഠിക്കാതെ കിറക്കി. അത് ശരിയായിട്ടില്ല, ഞാൻ കാണിക്കാം. കണ്ടോ, സ്പീഡിൽ നടന്നാൽ കറങ്ങും, സ്പീഡിൽ ഓടിയാൽ സ്പീഡിൽ കറങ്ങും. സ്പീഡിൽ നിന്നാൽ കറങ്ങുമോ? ചാടിയാലും കറങ്ങും. കാണണോ? കണ്ടോ, കറങ്ങുന്നു. ഇനി ഞാൻ ചാടി കറക്കാം. അയ്യോ ദിം. അയ്യോ, പമ്പരം കേടായി. സ്പീഡിൽ ഓടിയിട്ട് മനങ്ങുന്നില്ല. അച്ഛൻ വഴക്ക് പറയും. അച്ഛൻ ഉണ്ടാക്കി തന്ന പമ്പരമാണോ? അതൊന്നുമല്ല. ഉച്ചയ്ക്ക് തിരിച്ചു ചെല്ലാൻ അച്ഛൻ പറഞ്ഞത്. ഞാൻ പമ്പരം തിരിച്ചു നോക്കി, തിരിയുന്നില്ല. കടിയന്റെ അമ്മാവൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് സന്തോഷിപ്പിക്കുന്നത് നല്ലതാ. നമുക്കൊന്നു പോയി കാണാം. വലിയ കഴിവുകളുള്ള ആളാണെന്നാ കേട്ടത്. കടിയൻ ഭക്തിയോട് അടുത്ത് നിൽപ്പുണ്ടത്രേ. അങ്ങനെ നിൽക്കുന്നത് കൂടി ഒന്ന് കാണണം. അറിഞ്ഞു, കടിയന്റെ വല്യമ്മാവൻ വന്നു. കടിയന് ഭക്തിയും വന്നു. കഴിവുള്ള വല്യമ്മാവനാ. എനിക്കും ഒന്ന് കാണാൻ പറ്റുമോ? വാ, ഞങ്ങൾ അങ്ങോട്ടാ. വല്യമ്മാവ് എവിടെ ഇരിക്കണം? കടിയൻ വളഞ്ഞു കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? വളഞ്ഞ ഭക്തിയോ? കടിയൻ ചേട്ടന്റെ വല്യമ്മാവോ ഈ കഴുത അമ്മാവനെ കാണാൻ വന്നതോ? കഴുതകൾ മാറി നിൽക്കൂ. തടയണ്ട മോനെ, എനിക്കെല്ലാവരും ഒരുപോലെയാ. കഴുതയാവട്ടെ, കുതിരയാവട്ടെ, തവളയാകട്ടെ, ആമയാകട്ടെ, നമ്മൾ സ്നേഹം കാണിക്കണം. പാറ്റയാകട്ടെ, പന്നിയാകട്ടെ, നമ്മൾ അകറ്റി നിർത്തരുത്. വല്യമ്മാവന് വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞത് വെറുതെയോ അല്ലേ സൂത്ര? എന്താ കടുവച്ചാർ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല. ഞാൻ കേട്ടു വല്യമ്മാവ. വല്യമ്മാവന് കഴിവില്ലെന്നാ പറഞ്ഞത്. എന്നാല് എന്തിനാണ് താനും പറഞ്ഞത്? ശരിക്കും വല്യമ്മാവന് കഴിവില്ല സൂത്ര. ആ കഴുതയെ നോക്കി കുതിരയാവട്ടെ, തവളയാവട്ടെ, പാറ്റയാവട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് അവൻ കുതിരയോ പാറ്റയോ? അയ്യോ, പേടിച്ചു പോയി. ഒരു തവള ചാടിയത് കണ്ടാണോ താൻ പേടിച്ചത്? ഈയിടെയായി തനിക്ക് പേടി വളരെ കൂടുതലാ. അതിനല്ലേ ആന വിചാരം. ആന വിചാരമോ? ആനയെ കുറിച്ചുള്ള വിചാരമാണോ? അല്ല, ആനയാണെന്ന വിചാരം. നമ്മളൊരു ആനയാണെന്ന് വിചാരിച്ചാൽ എല്ലാ പേടിയും മാറും. സിംഹത്തെ കണ്ടാൽ പോലും നമുക്ക് പേടി തോന്നില്ല. നമ്മൾ ആനയല്ലേ. സിംഹം സൂക്ഷിച്ചേ പെരുമാറൂ. ഹിഹി. വിചാരം സിംഹത്തിനും വേണ്ടേ? അതിന് നമ്മൾ വേറെ പ്രശ്നത്തിനൊന്നും പോകുന്നില്ലല്ലോ. ഞാനൊരു ആനയാണെന്ന് വിചാരിച്ച് ഒരു സൈഡ് വഴി അങ്ങ് പോകും. വിചാരം മാത്രം മതി. നമുക്ക് ധൈര്യം കിട്ടിയാൽ പോരെ. ചിഹ്നം വിളിക്കണോ? ഒരു പുലി വരുന്നു. പോത്തിന് പൊതുവേ പുലിയെ പേടിയാ. പക്ഷെ ഞാൻ ആന വിചാരം വിചാരിക്കും. ഞാൻ ആനയാണ്, ഞാൻ ആനയാണ്. കണ്ടോ, അതോടെ എനിക്കൊരു ധൈര്യം കിട്ടി. പുലിതേ ആ വഴി പോയി. എന്റെ ഭാവം കണ്ടിട്ടാ. ഈ വിദ്യ കൊള്ളാം അല്ലേ സൂത്ര? ഞാനും ആന വിചാരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിന്നെ ഞാൻ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയും. ഈ മരം ഞാൻ കുത്തി മറിക്കും. എടോ, തല പനം പൊട്ട എവിടെ കിട്ടും? നമ്മൾ ബന്ധുക്കളാ അല്ലേ? ഞേ അയ്യോ, എന്ത് പറ്റിയാടോ?
എന്റെ അമ്മാവൻ വരുന്നു, എനിക്ക് പേടിയോ. അതിനു താൻ ആനയാണെന്ന് വിചാരിച്ചാൽ പോരെ? അത് ഞാൻ വിചാരിച്ചു. അപ്പോഴാ ഓർത്തത് ആനയുടെ അമ്മാവനും ആനയല്ലേ. ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോന്ന് നോക്കണം. തട്ടി നോക്കിയാൽ അറിയാം. ടങ് ടോങ്. നല്ല കല്ല, ഇത് മതി. ടോങ്. എന്താ കല്ല് പൊട്ടിച്ച് കളിക്കുകയാണോ? ഹിഹി. ടങ് ട്രാക്ക്. സോറി. അയ്യോ കരുനാക്കനോ. എടാ പരമദ്രോഹി, നിന്നെ ഞാൻ. ടക്ക്. അയ്യോ. ശരു, അവൻ ബോധം കെട്ടു വീണു. അത് നന്നായി, ഇനി ഇവ മിണ്ടില്ലല്ലോ. കരുനാക്കനോ, ഈ ദ്രോഹിയെ എങ്ങനെ കിട്ടി? സൂത്രം കല്ലെറിഞ്ഞപ്പോ കിട്ടിയതാ. ഇവനെ എന്തു ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചില്ല. ഇവനെ കാട്ടുതീയിലിടണം. അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ അവനെ അങ്ങ് തട്ടിക്കളയാം. ഹേയ്, വേണ്ട വേണ്ട, ഇവനും നമ്മുടെ കാട്ടിലെ താമസക്കാരനല്ലേ. അതുകൊണ്ട് കരുനാക്കനെ എന്തു ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ. അത് കൊള്ളാം. ശരു, താൻ കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ചു പ്രത്യക്ഷപ്പെടുത്തു. പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവന്. അവൻ ഉണർന്നു. എന്താ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത്? കാട്ടുമുത്തപ്പൻ ഇപ്പൊ വരും. തേടിയ വള്ളി കാലിൽ ചുറ്റി. എനിക്ക് മുത്തപ്പനെ ഒന്ന് കാണണം. നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ കാട്ടുമുത്തപ്പനോട് ഞങ്ങൾ പറയും. ചേടാ, ഞാൻ കാരണമോ? വരാനുള്ളത് വഴിയിൽ തങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? അത് ശരിയാണല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അമ്മോ. അതാരാ? കാട്ടുമുത്തപ്പൻ. സോറി, വള്ളി കാലിൽ ചുറ്റി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി. 3 നാള് പൂക്കളെ പറ്റിയ മാഷ് ക്ലാസ് എടുക്കുന്നത്. ഒരു പൂമാല ഉണ്ടാക്കി കൊണ്ടുപോകണം. അത് താൻ ഉണ്ടാക്കണം. പൂക്കളെ പറ്റി പഴഞ്ചൊല്ലുള്ളതുമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ പഴത്തെ പറ്റിയല്ലേ സൂത്ര? പൊട്ടാത്ത വള്ളിയാണല്ലോ അല്ലേ? മാല പൊട്ടിയാൽ പിന്നെ തല്ലിന്റെ മാലയായിരിക്കും. മാനിനെ പിടിച്ചു തിന്നേണ്ട സമയത്ത് താൻ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ഒരു ഗതികേടെ ഐഡിയ. എടോ, നമുക്കൊരു മൃഗമാല സംഘടിപ്പിച്ചാലോ? എല്ലാ മൃഗങ്ങൾക്കും മാല കൊടുക്കാമെന്ന് അല്ലേ? അല്ലടോ, ഈ മാലയിലെ പൂക്കൾ പോലെ പല പല മൃഗങ്ങൾ നിരന്നു നിന്നാൽ രസമല്ലേ? കാടിന് നല്ലത് വരാൻ വേണ്ടിയാണ് മൃഗമാല എന്ന് പറയാം. മാലയിട്ടാൽ കാടിന് നല്ലത് വരുമോ? അതായത് കാട് നശിക്കാൻ പോകുന്നു, അതിനെതിരെ മൃഗമാല. അയ്യോ, കാട് നശിക്കുമോ? ഇല്ലടോ, നമ്മളങ്ങനെ ചുമ്മാ പറയുന്നു. പണ്ടന്മാർ വിശ്വസിച്ചോളും. നല്ല പരസ്യം കൊടുക്കണം. വാ, താൻ ഇതുപോലെ പല സ്ഥലത്തും എഴുതി വെക്കണം. കാട് നശിക്കാതിരിക്കാൻ മൃഗമാല. ഇന്ന് വൈകുന്നേരം ജലദോഷിക്കുന്നു മുതൽ മൃഗങ്ങൾ അണിനിരക്കുന്നു. സൂത്ര, മാല ഉണ്ടാക്കിയാൽ കാട് നശിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? കംപ്ലീറ്റ് പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്നു തുടങ്ങിക്കാണും. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അയ്യോ, ഒരു കാര്യം മറന്നു. കടിയന്റെ മാല ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം. താൻ വന്നവരെ നിരത്തി നിർത്തിക്കൂ. കടിയനെ വിളിക്കാം മാലയിൽ നിൽക്കാൻ. ചേട്ടൻ മൃഗമാലയിൽ അംഗമാവുന്നത് കാട്ടിന് അഭിമാന. മാലയാകുമ്പോ വള്ളി വേണ്ടേ? കെട്ടിടാനാണോ കൊണ്ടുവന്നത്? കടുവകളെ, പുലികളെ, എല്ലാം മറന്ന് കൈ കൊടുക്കൂ. ഇറച്ചി കഷ്ണം നേടൂ. പപ്പഞ്ചൻ പുലി. പപ്പഞ്ചൻ പുലിയോ? അതാരാ? അടുത്ത കാട്ടിൽ നിന്ന് വന്ന പുലിയാണത്ര. കൈ കൊടുത്താൽ ഇറച്ചി കഷ്ണം തരുമെന്നോ? എന്താ അതിന്റെ അർത്ഥം? അത് ഞാൻ പറഞ്ഞു തരാം. കൈ എന്ന് പറഞ്ഞാൽ ദോ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നിർത്തണോ? അതല്ല ചോദിച്ചത്. കൈ കൊടുക്കുക എന്ന് പറഞ്ഞാ ഷെയ്ക്കാൻ്റെ കൊടുക്കൽ. ചുമ്മാ ഷെയ്ക്കാൻ്റെ കൊടുത്താൽ എന്തിനാ ഇറച്ചി കഷ്ണം തരുന്നത്? എന്റെ സംശയം അതല്ല. എന്റെ
കൈ ശരിക്കും കൊടുക്കേണ്ടി വരുമോ? അതായത് മുറിച്ച്. ശരിയാ, കൈ മുറിച്ചാൽ അതൊരു ഇറച്ചി കഷ്ണമായല്ലോ. ഛേ, അതൊന്നുമല്ല. കടുവകളെ പുലികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത കാട്ടിലെ ഒരു പുലിയും. കിട്ടി കിട്ടി. എന്ത് ഇറച്ചി കഷ്ണമോ? അടുത്ത കാട്ടിലെ പുലികളും ഈ കാട്ടിലെ പുലികളും കടുവകളും തമ്മിൽ പണ്ട് അത്ര രസത്തിലല്ലായിരുന്നു. ഇപ്പൊ രസമുണ്ടോ? ആ ചരിത്രം അറിയാവുന്ന പുലിയാ ഇപ്പോൾ പ്രശ്നം തീർക്കാൻ വന്നത്. ശത്രുത തീർക്കാൻ കൈ കൊടുത്താൽ മതിയല്ലോ. വഴക്കു തീർന്നതിന്റെ സന്തോഷത്തിന് ഇറച്ചി കഷ്ണവും തരും. ഇറച്ചി കഷ്ണം കിട്ടിയാൽ എന്തിനാ സന്തോഷിക്കുന്നത്? താൻ വാ, വേറെ കടുവ പുലി പാർട്ടികൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെല്ലാം. കൈ കൊടുക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. പപ്പഞ്ചം പുലിയല്ലേ, പണ്ടത്തെ കാര്യമൊക്കെ തിരുത്താൻ വന്നതാ അല്ലേ? അത് പണ്ട് നടന്ന കാര്യമൊക്കെ തിരുത്തണം. കൈ തന്നാൽ ഇറച്ചി കഷ്ണം തരുമെന്ന് പറഞ്ഞത്. ശരിയോ, തരും. ഞാനായാലും മതിയോ? പുലിയോ കൊടുകയോ ആയിരുന്നു ഭേദം. എന്നാലും താൻ റെഡിയാണെങ്കിൽ. ഞാനിതിനൊക്കെ എപ്പോഴും റെഡിയാ. എന്നാലിരിക്ക്. ഇരിക്കണോ? അതെന്തിനാ? പഞ്ചുവസ്തി ഇരുന്നിട്ടല്ലേ പണ്ട് കൊടുത്ത ഒരു കടുവ എന്റെ അച്ഛനെ പൊട്ടിച്ചിട്ടുണ്ട്. ആ കണക്ക് തിരുത്താൻ വന്നതോ. എന്റെ കയ്യേ! എന്റെ ഫോൺ ഉരുട്ടി കളിച്ചാ കൊണ്ടുവന്ന കല്ലാണ്. അതെ ചേട്ടാ. ഇത്രയും വലിയ കല്ല് മോൻ എങ്ങനെ ഉരുട്ടുകൂടാ കഴുതേ? പോയി ചെറിയ കല്ല് കൊണ്ടുപാടോ. അയ്യോ! എറിഞ്ഞപ്പോ കല്ല് പൊട്ടിയിട്ടുണ്ട് സൂത്രോ. അതിന് പൊട്ടിയപ്പോ കല്ല് ചെറുതായില്ലേ? ചെറിയ കല്ലല്ലേ അങ്ങേർക്ക് വേണ്ടത്. തലയുടെ വീതി ഇളകി നിൽക്കുമ്പോഴാ തന്റെ കല്ല് പൊട്ടിക്കല്. മതി, ഇത് പരമാവധി ആയി. ഇനി സഹിക്കാൻ പറ്റില്ല. ഏത്? ആ കണ്ട സിംഹത്തിന്റെ ഇടി, അവനെ ഞാൻ കൊല്ലും. ഓ, അത്ര വേണോ? വേണം, അവനെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും. താൻ വാ. ഞാനും അറിയണോ? വെറുമേറല്ല, ഒളിച്ചിരുന്ന ആക്രമണം എല്ലാം ഞാൻ പറഞ്ഞു തരാം. തൂണിൽ കല്ല്, കല്ലിൽ കിട്ടിയ വള്ളി മരത്തിൽ, എല്ലാം ഓക്കെ. ഐഡിയ മനസ്സിലായില്ല സൂത്രോ. അതുവഴി കടിയം വരും. ആ തക്കത്തിന് താൻ ഒളിച്ചിരുന്ന് വള്ളി വലിച്ച് തൂണ് മറിക്കണം. അതോടെ കല്ല് കടിയന്റെ തലയിൽ. ഒയ്യടോ. ഞാൻ പോയി കടിയം വരുന്നുണ്ടോന്ന് നോക്കി വരാം. വരുന്നുണ്ട്, വലിച്ചു. എന്താണോ ഇത്? ഏത് വഴിക്കും അങ്ങേര് വരാമല്ലോ, അതുകൊണ്ട് 4 ഭാഗത്തേക്ക് വള്ളി കെട്ടിയതാ. വിളിച്ചത് എന്തിനാണെന്നോ? ആ കല്ലെടുത്ത് 4 തൂണിന് മുകളിൽ വെക്ക്. ദോ, ഇവൻ സഹായിക്കും. മണ്ടനാണെങ്കിലും നല്ല ശക്തിയാ. എന്നാ പിടിച്ചോ. ഒരു സംശയം, ഇങ്ങനെ പിടിക്കാനാണോ ഉദ്ദേശിച്ചത്? പ്രത്യേക തരം കല്ല. ഇതിന്റെ അടിയിൽ 1 മണിക്കൂർ ഇരിക്കണം. നടുവേദന മാറും. മൂങ്ങവൈദ്യരുടെ ചികിത്സയോ? തനിക്കെന്തോ ഒരു ക്ഷീണം, കഴുത്തുളുക്കിയ ജിറാഫിനെ പോലെ. പനിയാ, ഇന്നലെ തുടങ്ങി. അയ്യോ, എന്നിട്ടാണോ താൻ എന്റെ അടുത്ത് വന്നത്? മാറിപ്പോ. അത് ശരി. ഒരു കാര്യം ചെയ്യ്, ഗുഹയുടെ പിന്നിൽ പോയി ഇരി. ആവശ്യം വരും. എനിക്ക് സഹായത്തിന് മണ്ടം പോലെ നിൽക്കും. ഇവൻ എന്തെങ്കിലും സംശയം വന്നാൽ താൻ തീർത്തു കൊടുക്കണം. എപ്പോഴും സംശയമോ? സംശയം തീർത്ത്. ഞാൻ മടുത്തു. മൂപ്പർക്ക് തിന്നാനൊരു കോഴിക്കാല് കൊട്. ഒരു സംശയം, ഈ കഷ്ണമാണോ ഉദ്ദേശിച്ചത്? അത് മതി, വെള്ളം കൊടുക്കണം. ഒരു സംശയം, ഈ വെള്ളമാണോ ഉദ്ദേശിച്ചത്? സംശയത്തിന്റെ ആശാനാണല്ലോ. വെയില് കൊള്ളാതിരിക്കാൻ സൈഡിലൊരു ഓല വെച്ചു കൊട്. ഒരു സംശയം, ഈ ഓലയാണോ ഉദ്ദേശിച്ചത്? മതി. പിന്നെ താൻ അവിടെ തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഇടി. ഒരു സംശയം, ഇങ്ങനെ നിൽക്കാനാണോ ഉദ്ദേശിച്ചത്? പിന്നൊരു കാര്യം, അതിലൊരു തൂണിന് ഒരിളക്കമുണ്ട്. അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊട്. ഒരു സംശയം, ഈ തൂണാണോ ഉദ്ദേശിച്ചത്? എന്താ, എന്തു പറ്റി? പേടിച്ചിരിക്കുകയാ. അകലെ നിന്നൊരു സിംഹത്തിന്റെ അലർച്ച കേട്ട് പേടിച്ചു.
സിംഹമാണോ അകലെ നിന്ന്? കൊടിയനാണോ? ആവോ, ആർക്കറിയാം. ഞാൻ ഇതുവരെ പോയില്ലേ. ഇല്ല, പേടിച്ചിരിക്കുകയാ സിംഹം. ആ സിംഹം പിന്നെ അലറിയോ? ഇല്ല, ആദ്യം അലറിയതിന്റെ പേടി മാറാഞ്ഞിട്ടാ. ഇതൊരു നീണ്ട പേടിയാണല്ലോ. ആഹാ. പേടി എന്ന് പറയാം. പേടി മാറിയിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പക്ഷെ പേടി മാറുന്നില്ല. പേടി മാറാൻ ശാന്തമായ സ്ഥലത്ത് 5 മിനിറ്റ് ഇരുന്നാൽ മതി. സത്യത്തിൽ 5 മിനിറ്റിൽ കൂടുതൽ പേടിക്കുന്നത് മോശമാ. 5 മിനിറ്റ് വരെ മോശമില്ലാതെ പേടിക്കാം അല്ലേ? ഞാനൊരു ഗുഹ കാണിക്കാം. അതിൽ 5 മിനിറ്റ് മിണ്ടാതെ ഇരുന്നു എല്ലാ പേടിയും മാറും. ആദ്യം അതിൽ ആരും താമസമില്ലെന്ന് ഉറപ്പ് വരുത്തണം. ശരി? വരുത്താം. ഓരുമില്ലോ. എങ്കിൽ താൻ പോയി ഇരി. ആവോ, പേടി മാറി. കറക്റ്റ് 5 മിനിറ്റ് ഇരുന്നപ്പോ പേടി മാറി. ഹിഹി. ഇനി പേടി വരുമ്പോ വന്നിരുന്നു. ചുമ്മാ പറഞ്ഞതാ, പക്ഷെ സംഗതി നടന്നു. ഇത് മറ്റു പലരോടും പറയാവുന്ന വിദ്യയാ. ഫീസും വെക്കാം. പേടി മാറ്റാൻ 1 മുട്ട. താനൊരു ബോർഡും വെച്ച് ഇവിടെ ഇരി. എനിക്ക് പിന്നെ പേടി വന്നു. ഇതിന് ഫീസൊക്കെ വെച്ചോ? വരൂ, പേടി മാറ്റൂ. ഫീസ് 1 മുട്ട. തനിക്ക് ഫീസില്ല, ഫ്രീയോ? ഇപ്പൊ അകത്ത് വേറെ പേടിക്കാരനുണ്ട്, അങ്ങേര് ഇറങ്ങിയിട്ട് കേറാം. ആരാ? നേരത്തെ അലറിയ സിംഹമോ. അങ്ങേര് ഒരാനയെ കൊണ്ട് പേടിച്ചിട്ടാ അലറിയത്. അയ്യോ. ഡിം. എവിടേക്കാണോ കല്ലൊക്കെ ഉരുട്ടിക്കൊണ്ട്? ഗുഹ അടയ്ക്കാനാ. താൻ പുള്ളി അറിയുമോ? കടിയന്റെ അമ്മാവനാ. ഊക്കത്ത ദേഷ്യം. കടിയന്റെ ഒക്കെ ദേഷ്യം 2 ഇടി ഇടിച്ചാൽ തീരും. ഇങ്ങേർക്ക് മിനിമം 10 കണക്ക്. അയ്യോ, കല്ല് പോയി. ചതിച്ചോ? ദേ പോണേ, പിടിച്ചോ. എന്റെ കാട്ടുമുത്തപ്പാ, അത് കണ്ടോ? കുമ്യോ. അമ്മാവൻ വീണു. കടിയന്റെ അമ്മാവൻ വീണു. വല്ലതും പറ്റിക്കാണുമോ? ഏയ്, പാറക്കല്ലിലിടിച്ച് കുഴിയിൽ വീണതല്ലേ, ഒന്നും പറ്റി കാണില്ല. അത് ശരിയോ? എന്തു ശരി? എടോ, മൂപ്പൊരി ചീഞ്ഞ പഴം ചതച്ചതുപോലെ ആയിട്ടുണ്ടാവും. ശരു, ഈ പ്രശ്നം തീർക്കാൻ താൻ സഹായിക്കണം. ഞാനോ? ആദ്യം അങ്ങേര് ചത്തോ എന്നറിയണം. താനൊന്ന് പോയി നോക്ക്. ചത്തിട്ടില്ല. കൊടിയന്റെ ഗുഹയിൽ എത്തിയിട്ടുണ്ട്. ഇച്ചിരി പരുക്കുണ്ട്. താൻ വാ. ദേ, താൻ ചെന്ന് മൂപ്പരോട് മാപ്പ് ചോദിക്ക്. ഞാൻ സൂത്രനോട് ക്ഷമിക്കണമെന്ന് കാലിൽ വീണു പറയണം. കടിയന്റെ അമ്മാവൻ മാപ്പ് തന്നാൽ ഞാനും അകത്തു വരാം. സൂത്രനോട് ക്ഷമിക്കണം. ഠും. അയ്യോ അമ്മ, കടിയൻ. ഞാൻ മാപ്പ് ചോദിച്ച് കാലിൽ വീണു, അതാ പ്രശ്നമായത്. അമ്മാവന്റെ കാല് കല്ലിലിടിച്ച് ഒടിഞ്ഞിരിപ്പായിരുന്നു. പുഴക്കരയിൽ മരന്ന കല്ലുകൾ കാണും. 2 പേരും പോയി ഓരോ കല്ല് എടുത്തോണ്ട് വാ. കിടക്കുമ്പോൾ തല വെക്കാനാ. പുഴക്കരയിലെ കല്ലാണെങ്കിൽ മിനുസം ഉണ്ടാകും. ആയ്, ഒരു കല്ല് കിട്ടി. ഞാനിതെടുക്കാം. പറ്റില്ല, ഇത് ഞാൻ എടുക്കാം. നീ വേറെ എടുത്തോ. ആയ്, വേറെ കല്ല് കിട്ടി. ഇതിൽ നിറയെ മണ്ണ. അതൊക്കെ അമ്മ കഴുകിയെടുക്കും. ഇത് ക്ലീനായി. ഇനി ഷേരുവിന്റെ കല്ലുതാ. അയ്യോ, കല്ല് നടന്നു പോയേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചതിച്ചോ? ഇത്ര പെട്ടെന്ന് വന്നോ? ഒഴിഞ്ഞു. ആ വവ്വാല് വരുന്നുണ്ട്, ആ കരുനാക്കൻ. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെയാ. കരുനാക്ക് വളച്ച് പണ്ട് അവനെന്റെ തലയിൽ 10 ചക്കയിട്ടത് ഓർക്കുന്നുണ്ടോ? ചേട്ടാ, വന്നു. നമസ്കാരം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എന്നാലേ അനിയൻ പോയാട്ടെ. അങ്ങനെ പറയല്ലേ. ഞാൻ ആപ്പ് ചോദിക്കാൻ വന്നതാ. മാപ്പോ? എന്തിന്? ചേട്ടന്റെ തലയിൽ ചക്ക ഇട്ടതിന്. അത് നടന്നിട്ട് കൊല്ലം 1 ആയി. ഇപ്പോഴാണോ മാപ്പ് ചോദിക്കുന്നത്?
എന്നോട് ക്ഷമിച്ചെന്ന് പറ. ഇല്ലെങ്കിൽ ചേട്ടന്റെ തലയിൽ ഇനിയും ചക്ക വീണാൽ ചേട്ടൻ എന്നെ കുറ്റപ്പെടും. എടാ കരിനാക്ക, കണ്ടോ കണ്ടോ, താക്ക് വളർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും ഇതിനു കൂടി ചേർത്ത് മാപ്പ് തന്നാൽ മതി. ഇവനെ ഞാൻ ഇന്ന് പൊരിച്ചു തിന്നും. ഉപ്പും മുളകും എടുക്കട്ടെ. ശരു, അവനെ പിടിച്ചോ. ഒരക്ഷരം മിണ്ടാൻ സമ്മതിക്കരുത്. ഏറ്റു. സത്യം ചെയ്യടോ മുണ്ടില്ലെന്ന്. മിണ്ടില്ലേ? ഈ ഗോയങ്ങ് ഇടിഞ്ഞു വീണാലും ഞാനൊരു അക്ഷരം മിണ്ടില്ല. സത്യം. അയ്യാ